ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. അവരുടെ ലൈഫിൽ എല്ലാം സോർട്ടറാണ്. എന്നാൽ ഞാനോ? എൻ്റെ ജീവിതം നോക്ക് എന്ന് തോന്നാറുണ്ടോ? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ചിന്തിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? ഈ താരതമ്യം ഒരിക്കലും തുല്യമായിട്ടല്ല നടക്കുന്നത്. നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ ഉള്ളും ബാക്കി എല്ലാവർക്കുമായിട്ട് മറ്റൊരാൾ വരച്ചിട്ട അയാളുടെ പുറം ലോകവുമായിട്ടാണ്. നിന്റെ പോലെ തന്നെ കലുഷിതമായിട്ടുള്ള ഒരു ഉള്ളറ അയാൾക്കുമുണ്ട്. മറ്റാർക്കും അറിയാത്ത നിന്റെ സങ്കടങ്ങൾ പോലെ മറ്റാർക്കും അറിയാത്ത അയാളുടെ സങ്കടങ്ങളുമുണ്ട്. ആ സങ്കടങ്ങൾ അറിയാതെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതവുമായി അയാളുടെ ഇതിനെ തുലനം ചെയ്യുന്നത്? നിന്റെ ജീവിതത്തിലും മേന്മകളില്ല. ഇല്ലെന്നൊരിക്കലും നിനക്ക് പറയാൻ കഴിയില്ല. നിനക്ക് കിട്ടിയ ഈ ജന്മം തന്നെ വലിയൊരു പുണ്യമല്ല. നിനക്ക് ചുറ്റും എന്തെല്ലാം ജീവികളുണ്ട്. ആ പ്രാണനുകൾക്കെല്ലാം അപ്രാപ്യമായ മനുഷ്യജന്മം നിനക്കല്ലേ ലഭിച്ചിരിക്കുന്നത്. നിനക്കിത് കേൾക്കാൻ കഴിയുന്നില്ല. വിശപ്പടക്കാൻ നിനക്ക് ആഹാരം ലഭിക്കുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട്. നിനക്കില്ലാത്തത് നീ അവരിൽ തിരയുന്നു, അവർക്കില്ലാത്തത് അവർ നിന്നിലും. എന്നിട്ട് പരസ്പരം എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു വലിയ വിരോധാഭാസമാണല്ലേ. മറ്റുള്ളവരറിയണമെന്ന് ഞാൻ കരുതുന്നത് മാത്രമല്ലേ അവരറിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളും. അതുപോലെ തന്നെയാണ് നിങ്ങൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും മറ്റ് സെലിബ്രിറ്റികളും എല്ലാം. ലോകമറിയാൻ അവരാഗ്രഹിക്കുന്നത് മാത്രമാണ് ലോകരറിയുന്നത്. ആയതിനാൽ സ്വന്തം ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർക്കുക. അതിന് ഈശ്വരനോട് നന്ദി പറയുക. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും നല്ലതും ചീത്തയുമായി പല കാര്യങ്ങൾ. ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയാൽ നന്ദി പറഞ്ഞ് തീരുകയില്ല. ഇതെല്ലാം സാധാരണമാണെന്ന തോന്നൽ കൊണ്ടാണ് അതൊരു ഭാഗ്യമായി അനുഗ്രഹമായി തോന്നാത്തത്. അത് നഷ്ടമായി നോക്കണം അതിൻ്റെ വില അറിയാൻ. ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിയുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയുക. ശ്വാസതടസ്സം സംഭവിക്കുമ്പോഴാണ് ശുദ്ധവായുവിന്റെ വില അറിയുക. കണ്ണ് കാണാതാവുമ്പോൾ മാത്രമാണ് കണ്ണിന്റെ വില അറിയുക. നോക്കൂ, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന്. നിങ്ങൾ ചുറ്റുപാടിനെ നോക്കിക്കാണുന്ന രീതി അനുസരിച്ചാണ് നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്നും അല്ലെന്നുമുള്ള നിലപാടുകൾ ഉണ്ടാവുന്നത്. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, നന്മകളുണ്ട്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എങ്കിലും എല്ലാവരും കടന്നു പോകുന്ന വികാരങ്ങൾ ഒന്ന് തന്നെയല്ലേ? വേദന എനിക്ക് വന്നാലും നിങ്ങൾക്ക് വന്നാലും അത് വേദന തന്നെയാണ്. സങ്കടമായാലും സന്തോഷമായാലും വെറുപ്പായാലും മടുപ്പായാലും ദേഷ്യമായാലും ആത്മവിശ്വാസമില്ലായ്മയായാലും സംശയങ്ങളായാലും നിരാശയായാലും എല്ലാം എല്ലാ മനുഷ്യരുടെയും